ഹലോ നമസ്കാരം. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ നടപടിക്കെതിരെ മുന്നോട്ട് വരണം. പറയുന്നത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലാണ്. ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചാൽ നല്ലതല്ലേ? കടം എടുക്കുന്നത് കുറയുന്നതല്ലേ നല്ലത്? അല്ല, ഇവരെന്തിനാണ് ഈ കടം എടുക്കുന്നതും കാത്തിരിക്കുന്നത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ എല്ലാം മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച ഇതാണ്: കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് നല്ലതാണോ മോശമാണോ എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നതും ഈ വിഷയമാണ്. ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പലരും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില അടിസ്ഥാന സാമ്പത്തിക ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ അത്തരം ബേസിക് എക്കണോമിക് കോൺസെപ്റ്റുകളെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ശ്രമിച്ചിട്ടുള്ളത്. ശേഷം നമുക്ക് കടമെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു: ഏറ്റവും സാധാരണക്കാരന് പോലും തെറ്റിദ്ധാരണകൾ ഇല്ലാത്ത വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ലളിതമായാണ് ഈ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി സാങ്കേതിക പദാവലികൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ഈ വിഷയത്തിൽ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ബജറ്റ് എന്നുള്ളതാണ്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ വരുമാനവും ചെലവും അടിസ്ഥാനമാക്കിയുള്ള ഒരു ചെലവ് പദ്ധതിയാണ് ഈ ബജറ്റ് എന്ന് പറയുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന്റെ കാര്യം വരുമ്പോൾ അത് സർക്കാരിന്റെ വരവും ചെലവും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ആസൂത്രണമാകും. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ് ബജറ്റ് എസ്റ്റിമേറ്റും പുതുക്കിയ ബജറ്റും. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തേക്കായി മുൻകാല കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേഷൻ ആണ് ബജറ്റ് എസ്റ്റിമേറ്റ്. അതേസമയം സാമ്പത്തിക വർഷത്തിന്റെ അവസാനം എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റിൽ നിന്നും ഉണ്ടായ മാറ്റത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കിയ കണക്കിനാണ് പുതുക്കിയ ബജറ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരവാണ്. ബഡ്ജറ്റിന്റെ ടേംസിൽ തന്നെയാണ് പറയുന്നതെങ്കിൽ റവന്യൂ വരവ്, നികുതി, സർക്കാർ നൽകുന്ന വായ്പകൾക്കും നിക്ഷേപങ്ങൾക്കും കിട്ടുന്ന പലിശ, വിവിധ സേവനങ്ങൾക്കുള്ള ഫീസ് തുടങ്ങിയവ ഇതിൽപ്പെടും. ഇംഗ്ലീഷിൽ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയാം. അടുത്തത് സർക്കാരിന്റെ ചെലവ് അഥവാ റവന്യൂ എക്സ്പെൻഡിച്ചർ. സർക്കാരിന്റെ വിവിധ വിഭാഗങ്ങളുടെ നടത്തിപ്പിന് ചെലവിടേണ്ടി വരുന്ന പണം, ശമ്പളം ഉൾപ്പെടെയുള്ളവ, സർക്കാർ എടുത്തിട്ടുള്ള വിവിധ വായ്പകൾക്ക് നൽകേണ്ടുന്ന പലിശ, സബ്സിഡികൾ തുടങ്ങിയവയൊക്കെയാണ് ഈ കൂട്ടത്തിൽ വരുന്നത്. അടുത്തത് മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് ആസ്തികൾ സൃഷ്ടിക്കാൻ സർക്കാർ ചെലവിടുന്ന തുകയാണ്. വികസന പദ്ധതികൾക്കുള്ള ചെലവ്, ഉദാഹരണം പറയുകയാണെങ്കിൽ പാലം നിർമ്മിക്കുന്നതിനോ സ്കൂൾ നിർമ്മിക്കുന്നതിനോ ഒക്കെയുള്ള, റോഡ് നിർമ്മിക്കുന്നതിനും ഒക്കെയുള്ള ചെലവുകളെയാണ് മൂലധന ചെലവ് എന്ന് വിളിക്കുന്നത്. അടുത്തത് മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ റെസിപ്റ്റ്. സർക്കാർ രാജ്യത്തിനുള്ളിൽ നിന്നും പുറത്തു നിന്നും വായ്പയായി സ്വീകരിക്കുന്ന പണം, റിസർവ് ബാങ്കിൽ നിന്നെടുക്കുന്ന വായ്പ, ട്രഷറി ബില്ലുകൾ എന്ന സർക്കാർ നിക്ഷേപ പത്രങ്ങൾ, വിദേശ സ്ഥാപനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ദീർഘകാല വായ്പകൾ എന്നിവയെ മൂലധന വരവായിയാണ് കണക്കാക്കുന്നത്. വായ്പകളുടെ തിരിച്ചടവ് വഴിയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരി വിൽപ്പന വഴിയും മറ്റും ലഭിക്കുന്ന പണത്തെയും മൂലധന വരവായി കണക്കാക്കാനാവും. അടുത്തത് കമ്മി അഥവാ ഡെഫിസിറ്റ്. ഈ മിച്ചത്തിന്റെ വിപരീതമാണ് കമ്മി, അതായത് കുറവ്. സർക്കാർ ഉണ്ടാക്കുന്ന വരുമാനം മൊത്തം ചെലവിനേക്കാൾ കുറയുന്നതിനെ ധനക്കമ്മി എന്ന് പറയും. അടുത്തത് റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ്. റവന്യൂ ചെലവും വരവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് റവന്യൂ കമ്മി അഥവാ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി. സർക്കാരിന്റെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്ത വരുമാനവും തമ്മിലുള്ള അന്തരമാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. കമ്മി നികത്തുന്നത് റിസർവ് ബാങ്കിൽ നിന്നും മറ്റും കടം വാങ്ങിയും കടപ്പത്രങ്ങൾ വഴി പണം സമാഹരിച്ചുമൊക്കെയാണ്. അടുത്ത് പറയേണ്ടത് GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആഭ്യന്തര വളർച്ചാ നിരക്ക്. രാജ്യത്തിന്റെ ഉൽപാദനത്തിന്റെയും സേവനത്തിന്റെയും ഒരു സാമ്പത്തിക വർഷത്തെ ആകെ മൂല്യം. ഇനി ഇത് സംസ്ഥാനങ്ങളുടെ കേസിലേക്ക് എത്തുമ്പോൾ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GSDP എന്നായി മാറും. സംസ്ഥാനങ്ങളുടെ ആകെ ഉൽപാദനത്തിന്റെയും സേവനത്തിന്റെയും ഒരു സാമ്പത്തിക വർഷത്തെ മൂല്യമാണ് ഇത്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിപ്പമായാണ് GDP കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ എത്ര ശതമാനം എന്ന കണക്കിലാണ് മുൻപ് പറഞ്ഞ വിവിധ കമ്മികളെ വിലയിരുത്തേണ്ടത്. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചകമാണ് ഈ പറയുന്ന GSDP അഥവാ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് പോവാം: കടം അല്ലെങ്കിൽ കടമെടുപ്പ്. നേരത്തെ പറഞ്ഞ സാമ്പത്തിക ആശയങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിനകം തന്നെ എന്താണ് കടം, എങ്ങനെയാണ് കടം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും.
വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുണ്ടാകുമ്പോൾ കമ്മി ഉണ്ടാകും. കമ്മി പരിഹരിക്കാൻ സ്വാഭാവികമായിട്ടും കടമെടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് വരുമാനം കുറയുന്നത് എന്ന് മനസ്സിലാക്കണം. ഫെഡറൽ സംവിധാനം പിന്തുടരുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്നതിനും കടം വാങ്ങുന്നതിനും ഒക്കെ കേരളത്തിന് ചില പരിമിതികളുണ്ട്. കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന സാമ്പത്തിക നയം സ്വാഭാവികമായും കേരള സംസ്ഥാനത്തെയും ബാധിക്കും. ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ നിലവിൽ കേരളത്തിന്റെ കടമെടുക്കാനുള്ള പരിധി നിശ്ചയിച്ചിരിക്കുന്നത് 3%. കോവിഡിന്റെ സമയത്ത് കടമെടുപ്പ് പരിധി കുറച്ചും കൂടി കൂടുതൽ ഉണ്ടായിരുന്നു. 2017 രാജ്യത്ത് GST നടപ്പിലാക്കിയത്. അതിനു മുൻപ് VAT ആയിരുന്നു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരവിനെ ഭീകരമായ തോതിൽ ബാധിച്ച ഒരു സംഗതിയായിരുന്നു അശാസ്ത്രീയമായ GST നടപ്പിലാക്കൽ. കേരളത്തെ മാത്രമല്ല ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും അതിഭീകരമായ രീതിയിൽ ബാധിച്ച ഒരു സംഗതിയാണ് GST എന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ GST മാറുന്നത് വഴിയുള്ള റവന്യൂ നഷ്ടം കുറക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ GST കോമ്പൻസേഷൻ പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിന്റെ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചു. രാജ്യത്തെ ആകെ ബാധിച്ച കോവിഡ് പരിഗണിച്ച് GST കോമ്പൻസേഷന്റെ കാലാവധി നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് നീട്ടി നൽകിയിരുന്നില്ല. ഈ GST നടപ്പിലാക്കുന്നതിന് മുൻപ് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ അതില്ല എന്ന് മാത്രമല്ല GSTയുടെ വിഹിതം വിതരണം ചെയ്യുന്നതും അശാസ്ത്രീയമായിട്ടാണ്. അതായത് കേന്ദ്രം കേരളത്തിൽ നിന്നും 1 രൂപ GST ആയി പിരിച്ചെടുത്താൽ തിരികെ കേരളത്തിന് ലഭിക്കുന്നത് ഏതാണ്ട് 25 പൈസയോളം മാത്രമാണ്. ഇതും കൂടാതെയാണ് കേന്ദ്രം കേരളത്തിന് നൽകേണ്ടിയിരുന്ന വിവിധ ഗ്രാന്റുകളിന്മേൽ വന്ന കുറവ്. കേരളത്തിന്റെ വരുമാനം കുറയുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പൊ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കടമെടുപ്പ്. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാനം കടമെടുക്കുന്നത് ഞാനോ നിങ്ങളോ കടമെടുക്കുന്നത് പോലെയല്ല. അപ്പോഴും കടം വീട്ടാനുള്ള ശേഷി ബോധ്യപ്പെട്ടാൽ മാത്രമേ ധനകാര്യ സ്ഥാപനങ്ങൾ കടം കൊടുക്കുകയുള്ളൂ. കേരള സംസ്ഥാനത്തിൽ ഏതെങ്കിലും കക്ഷി കടം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കേരള സംസ്ഥാനത്തിന്റെ പ്രസ്തുത കടം വീട്ടൽ ശേഷി ആ കക്ഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കേരള സംസ്ഥാനത്തിന്റെ കടം ഞാനോ നിങ്ങളോ വീട്ടേണ്ടതില്ല. അത് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വീട്ടികളും അതെന്തായാലും കടം കൊടുക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യകരമായ കമ്മി GDP അനുപാതം നിലനിൽക്കുന്നിടത്തോളം കടമെടുക്കുന്നതിൽ അപകടമില്ല. അത് അങ്ങനെ അല്ലെങ്കിൽ കടം കിട്ടുന്നതും അത്ര എളുപ്പമായിരിക്കില്ല. മുൻപ് പറഞ്ഞ ബജറ്റ് അനുബന്ധ ടേംസുകളോട് കൂട്ടിച്ചേർത്ത് പറയുന്ന മറ്റൊരു ടേം കൂടിയുണ്ട്, ഡെഫിസിറ്റ് ഫിനാൻസിങ്. സർക്കാർ തങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ തുക മറ്റു വഴികളിലൂടെ കണ്ടെത്തി ചെലവഴിക്കുന്നതിനെയാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. മറ്റു വഴികളിലൂടെ എന്ന് പറയുമ്പോൾ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തോ ലോൺ എടുത്തോ ഒക്കെ ആവാം. ഉദാഹരണത്തിന് സർക്കാർ 1 ലക്ഷം കോടി രൂപ ബജറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷെ സർക്കാരിന്റെ വരുമാനം 75,000 കോടി രൂപ മാത്രമാണ്. അപ്പോൾ ഒരു 25,000 കോടി രൂപയുടെ ബാക്കിയുണ്ട്. ഈ തുക സ്വാഭാവികമായും കടമെടുക്കേണ്ടി വരും. ഇതിനെയാണ് ഡെഫിസിറ്റ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇനി കടം എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. വരുമാനത്തിനനുസരിച്ച് മാത്രം ചെലവ് നടത്തി മിച്ച ബജറ്റിൽ മുന്നോട്ട് പോകുക എന്നുള്ളത് കേരളം പോലുള്ള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് അപ്രായോഗികമാണ്. അതേസമയം സംസ്ഥാനത്തിന്റെ മുന്നോട്ട് പോകിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ സംസ്ഥാന ബജറ്റിലെ കമ്മി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല പരിധിയിൽ നിന്നുകൊണ്ട് ലോൺ എടുക്കുക. മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം വാല്യൂ ഓഫ് മണിയാണ്. അതായത് ഇന്ന് 1 രൂപയ്ക്കുള്ള മൂല്യമായിരിക്കില്ല നാളെ ഉണ്ടാവും, അത് വളരെ കുറവായിരിക്കും. അപ്പോ ആ രൂപയ്ക്ക് അത്യാവശ്യമായുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. അതായത് ഭാവിയിൽ നമുക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു പ്രൊജക്ടിനകത്ത് കാശില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഇന്ന് തന്നെ മുതലെടുക്കുക. മെച്ചപ്പെട്ട ഒരു ഡീൽ കിട്ടിയാൽ കടമെടുത്ത് മുതലെടുക്കുക. അത് നമുക്ക് ഭാവിയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഗുണങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലാണ്. സത്യം പറഞ്ഞാൽ ഈ കടമെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറയുന്നത് നാണയപ്പെരുപ്പത്തെ പ്രതിരോധിക്കാനുള്ള ഒന്നാം തരം ഒരു ഉപകരണമാണ്. ഇത് മനസ്സിലാവാൻ ഒരു ലളിത ഉദാഹരണം പറയാം. നന്നായി പഠിക്കുന്ന നിങ്ങളുടെ കുട്ടി നല്ല ഗ്രേഡോടുകൂടി +2 പാസ്സാവുന്നു. +2വിന് ശേഷം MBBS പഠിച്ച് ഡോക്ടർ ആവണം എന്നാണ് നിങ്ങളുടെ കുട്ടിയുടെ ആഗ്രഹം. എന്നാൽ താരതമ്യേന താഴ്ന്ന സാമ്പത്തിക അവസ്ഥയിലുള്ള നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. എന്നാൽ കുട്ടിയുടെ പഠന നിലവാരം ബോധ്യപ്പെട്ട ബാങ്ക് ലോൺ കൊടുക്കാൻ തയ്യാറാകുന്നു. ബാങ്കിൽ നിന്നും ആ ലോൺ എടുത്ത് കുട്ടിയെ പഠിപ്പിച്ച് ഡോക്ടർ ആക്കുന്നതായിരിക്കുമോ അതോ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുന്നത് വരെ കുട്ടിയെ പഠിപ്പിക്കാതിരിക്കുന്നതായിരിക്കുമോ ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് ഗുണം ചെയ്യുക? ഈ കേരയിൽ പോലെയൊക്കെയുള്ള വൻകിട പദ്ധതികൾ ചെയ്യാൻ നമ്മുടെ ബജറ്റ് വെച്ച് വർഷങ്ങൾ തന്നെ എടുക്കും. അപ്പോൾ ബജറ്റിന് പുറത്ത് ലോൺ എടുക്കാൻ ഓഫ് ബജറ്റ് ബോറോയിങ് രീതികൾ സ്വീകരിക്കേണ്ടി വരും. ഈ കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഓഫ് ബജറ്റ് ബോറോയിങ്ങൾ നേരിക്കൊണ്ട് വൻകിട പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്. കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വൻ ഇൻവെസ്റ്റ്മെന്റ് ആണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നല്ല ഗുണനിലവാരമുള്ള ഒരു വർക്ക് ഫോഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിന് നമ്മുടെ എക്കണോമിയിൽ ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയും ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും.
ഇങ്ങനെ വൻകിട പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഫലമായി ഒരുപാട് പണം കോവിഡ് വന്ന് തകർന്ന് അടിഞ്ഞു കിടക്കുന്ന നമ്മുടെ മാർക്കറ്റിലേക്ക് ഒഴുകും. ഇതിന്റെ ഒരു ഭാഗം ഇത് തിരിച്ച് നികുതിയായി സർക്കാരിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യും. ഒന്ന് ആലോചിച്ചു, ഈ കിഫ്ബി പോലൊരു ഓഫ് ബജറ്റ് ബോറോയിങ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന മലയോര ഹൈവേ, തീരദേശ ഹൈവേ, കെ ഫോണ്, വാട്ടർ മെട്രോ, അസംഖ്യം റോഡുകള്, പാലങ്ങള്, സ്കൂളുകള്, ആശുപത്രികൾ, എന്തിനധികം നമ്മുടെ നാഷണൽ ഹൈവേ പോലും ഏത് കാലത്തായിരിക്കും നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുക? ഈ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്, ഈ പദ്ധതികളൊക്കെ കേരളത്തിന് ആവശ്യമുള്ളത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കടമെടുത്ത് കൂട്ടിയാൽ ഇതൊക്കെ ആരടക്കും? ഇതാണ് നിങ്ങളുടെ ആവലാതിയെങ്കിൽ ഇതിന് ഉത്തരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കാര്യത്തിൽ ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മനസ്സിലാക്കി തിരിച്ചടവിന് പ്രാപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഏജൻസികൾ സംസ്ഥാനത്തിന് പണം കടം തരുന്നത്. ഉദാഹരണത്തിന് കിഫ്ബിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും മോട്ടോർ വാഹന നികുതിയുടെ പകുതി സർക്കാർ ആന്വിറ്റി മോഡലിൽ ഗ്രാൻഡായി കിഫ്ബിക്ക് നൽകുന്നുണ്ട്. ഇത് മതിയാവും കിഫ്ബിയുടെ കടം വീട്ടാൻ. 10-20 കൊല്ലം കഴിഞ്ഞ് മാത്രം ഉണ്ടാകുമായിരുന്ന പശ്ചാത്തല സൗകര്യത്തിലെ മികവ് സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷം, സാമ്പത്തിക അന്തരീക്ഷം അതിവേഗം മെച്ചപ്പെടുത്തും. കൂടുതൽ വ്യവസായങ്ങളെ ആകർഷിക്കും. മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥ കൂടുതൽ വേഗത്തിൽ മെച്ചപ്പെടും. ഈ കടമെടുക്കുന്നത് മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിന്റെയും അവരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെയും ശമ്പളവും മറ്റ് ചെലവുകളും നോക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് മറ്റൊരു വാദം. ഇത് സത്യത്തിൽ ഈ ബജറ്റ് ഫിഗറുകളെ കുറിച്ചൊന്നും കൃത്യമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ബജറ്റിലെ ആകെ ചെലവിന്റെ തുകയെടുത്ത് ഈ പറയുന്ന ചെലവുമായി തട്ടിച്ചു നോക്കിയാൽ അതേതാണ് കടലിൽ കായം കലക്കിയ പോലെ ഇരിക്കും. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ ചെലവ് ഏതാണ്ട് 1,75,000 കോടി വരുമ്പോൾ ഈ പറയുന്ന ചെലവ് കേവലം 9 കോടി രൂപയിൽ താഴെ മറ്റാണ് വരുന്നത്. മറ്റൊന്ന്, കേരളം ഉടൻ ശ്രീലങ്കയാകും എന്നുള്ളതാണ്. കേരളം ശ്രീലങ്ക ആകണമെങ്കിൽ ആദ്യം ഇന്ത്യ ശ്രീലങ്ക ആവണം. ഫെഡറൽ രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളം അത്ര വലിയൊരു കടക്കിണിയിലൊന്നുമല്ല എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇത്രയും കേട്ട നിങ്ങൾ തന്നെ ഇനി പറയും, കടമെടുക്കാതെ മിച്ച ബജറ്റിൽ മുന്നോട്ട് പോയാൽ മതിയോ നമ്മുടെ നാട്? കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിയാണോ? മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.